മുല്ലപ്പെരിയാർ വിഷയം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? മുമ്പ് ഈ വിഷയം ഉണ്ടായതു മുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരുടെ എണ്ണം കുറഞ്ഞതാണ്. എന്നിട്ടും PJ ജോസഫ് ഉറക്കം ഉണരാത്തതിലാണ് PC-യുടെ ആശങ്ക. ശബരിമല എന്ന് പറയുമ്പോൾ ഹൈന്ദവ സമൂഹത്തിന് മാത്രമല്ല, ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്നാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്നെ നോക്കുമ്പോൾ നിന്നിൽ തന്നെ ദൈവം നിന്നെ കാണുക എന്നാണ്. നിന്നിൽ തന്നെ നീ കാണുന്നു, അതാണ് തത്വമസി. അപ്പോൾ ശബരിമല ശാസ്താവിനെ ബിംബത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണുന്നു, ദൈവവുമായി നമ്മളെ കാണുന്നു എന്ന് ഉദ്ഘോഷിക്കുന്നത് കൊണ്ടാണ് അവിടെ ഹൈന്ദവർ മാത്രമല്ല എല്ലാ ജാതി മത വിഭാഗങ്ങളും ശബരിമല മല കയറാറുണ്ട്. ആ ശബരിമലയിലെ മതസൗഹാർദ്ദം തകർത്തുകൊണ്ട് അയ്യപ്പന്മാരുടെ വരവ് പോലും നിലയ്ക്കുന്ന ഗതികേട് സാഹചര്യമാണ് ജോസഫും കൂട്ടരും ചേർന്നുകൊണ്ട് ഈ കണ്ണീരുമായി ഉറക്കമില്ല രാത്രിയും പറഞ്ഞ് ഉണ്ടാക്കിയത്. ഇപ്പോ 142 അടിയായിട്ടും ജോസഫ് സുഖമായിട്ട് കിടന്നുറങ്ങുക. എനിക്ക് മനസ്സിലാകുന്നു. 142 അടിയായിട്ടും ജോസഫിനെ അറിയത്തേയില്ല. എന്താ കാര്യം? സുപ്രീം കോടതിയുടെ മുമ്പിൽ കേസ് പോലും ചോദ്യം നടത്താൻ കേരള ഗവൺമെന്റ് കഴിയുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കേണ്ട, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണാധികാരികളാണ് ജോസഫും ഉമ്മൻചാണ്ടിയും എന്ന് നിങ്ങൾ അറിയണം. പാർട്ടിയിൽ നിന്ന് പുറത്തായതോടെയാണ് PC-യുടെ ആശങ്കകൾ ഓരോന്നായി പുറത്തു വരുന്നത്. ഇനി ഇങ്ങനെയൊക്കെ പാടി നടന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും കത്തി ഉയരുന്ന പുഴയ്ക്കൊപ്പം കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്നും പുക ഉയരുകയാണ്. സ്മാരകം തകർത്തതിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ജില്ലാ സെക്രട്ടറി അത് സമ്മതിക്കാൻ തയ്യാറല്ല. ഇനി മുതിർന്ന സഖാക്കൾ എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് കൂടി കേൾക്കേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കാം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.